ഒരു ക്യാരറ്റ് കറി ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, തക്കാളി, പച്ചമുളക് എന്നിവയെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അടുപ്പ് കത്തിച്ച് ഇത് വേവിക്കാൻ വെക്കാം. അങ്ങനെ മൂടി വെച്ചുകൊണ്ട് ഇത് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ തേങ്ങയും ജീരകവും വറ്റൽമുളകും പിന്നെ കുറച്ച് തൈരും കൂടിയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി കറി എന്തായെന്ന് നോക്കാം. ഇതാ കഷ്ണങ്ങളെല്ലാം ക്യാരറ്റും തക്കാളിയും എല്ലാം വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. തേങ്ങയും തൈരും ജീരകം കൂടിയിട്ട് അരച്ചെടുത്തതാണ്, അത് ചേർക്കുക അതിലേക്ക്. ഇവിടെ അരപ്പ് കഴിയ വെള്ളം കൂടി ചേർക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. അരപ്പ് ചേർത്ത് ഇതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറവ് ചേർക്കാം. ഇതാ കടുക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ കൊണ്ടുള്ള വറവാണ്, അത് ചേർക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് തേങ്ങ അരച്ച കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കാം. നല്ല രുചിയുണ്ട്. നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.